പുഞ്ചിരിമട്ടത്താണ് ദുരന്തമുണ്ടായി ഇന്ന് 6 ദിവസം ആകുന്നു. ഇപ്പോഴും പലരും മണ്ണിനടിയിൽ തന്നെയാണ്. പല സന്നദ്ധ സംഘടനകളും അതോടൊപ്പം തന്നെ സൈന്യം, പോലീസ്, ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള വിവിധ വിഭാഗങ്ങളും ഈ മേഖലയിൽ തെരച്ചിലുമായി ബന്ധപ്പെട്ടുണ്ട്. 6 സോണുകൾ കേന്ദ്രീകരിച്ചാണ് ഈ പരിശോധനകളും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഈ കാണാതായവരെ കണ്ടെത്തുക എന്നത് അതിന്റെ സാധ്യതകൾ അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ പലരും ഇത്തരത്തിൽ ശക്തമായ രീതിയിൽ ഈ മണ്ണ്, വെള്ളവും കല്ലും ഒക്കെ ഒലിച്ചെത്തിയപ്പോൾ അതിൽ ഒലിച്ചുപോയവരാണ് കൂടുതൽ പേരും. മണ്ണിനടിയിൽ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിൽ കണ്ടെത്തുക, ഇത്രയധികം മണ്ണ് മാത്രമല്ല കല്ലും ഉൾപ്പെടെയുള്ളവ ഒന്ന് നിറഞ്ഞിരിക്കുകയാണ്, കണ്ടെത്തുക പ്രയാസകരമാണ്. ഒരു വാസ്റ്റായ രീതിയിലാണ് ഇതുണ്ടായിരിക്കുന്നത്. കിലോമീറ്ററുകളോളം ഇതിന്റെ ഒരു വ്യാപ്തിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എവിടെയൊക്കെ തിരയണമെന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പോലും വ്യക്തതയില്ല. ഇപ്പോൾ നമ്മളോടൊപ്പം ഇവിടുത്തെ മുൻ പഞ്ചായത്ത് മെമ്പർ അബ്ദുൽ കലാം ചേരുകയാണ്. എവിടെ വരെയായി കാര്യങ്ങൾ, എങ്ങനെയൊക്കെയാണ് ഇപ്പൊ പോകുന്നത് കാര്യങ്ങൾ? നമ്മൾ ഏകദേശം 6 ദിവസമായി. തെരച്ചിലുകൊണ്ട് ഇനി വലിയ പ്രയോജനം ഉണ്ടാകുന്ന തോന്നുന്നില്ല. കാരണം 1-2 ദിവസം കൊണ്ട് അവസാനിപ്പിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ഈ ഭാഗത്തൊന്നും തെരഞ്ഞെടുപ്പിന് ഒരു പ്രതീക്ഷയില്ല. അത്രയും കുത്തൊഴുക്കിൽ അതിന്റെ ഉത്ഭവസ്ഥാനം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അവിടെ നിന്നുള്ള ഫോഴ്സിൽ വന്നിട്ടൊക്കെ താഴെ ഭാഗത്തൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ആ സൈഡിൽ ഫോറസ്റ്റിന്റെ ബൗണ്ടറിയിലൊക്കെ വല്ലതും കിട്ടിയാലായി. വേറെ പ്രദേശമൊന്നുമില്ല. നദിയുടെ ഓരങ്ങളിലൊക്കെ, പക്ഷെ എവിടെയാന്ന് വെച്ചാണ്, അല്ലെങ്കിൽ ഒരു നിശ്ചിത ഏരിയയിലല്ലോ. മണ്ണിൽ പതിഞ്ഞു പോയതൊന്നും നമ്മൾ മാക്സിമം ഡോഗിനൊക്കെ വെച്ചിട്ടൊക്കെ നോക്കിയിട്ട് ഇതുവരെ ഒന്നും ആയിട്ടില്ലല്ലോ. ഇത്രയും ദിവസമായിട്ട് ആ രൂപത്തിൽ തെരഞ്ഞിട്ട് ഒന്നുപോലും കിട്ടിയിട്ടില്ല. പുനരധിവാസം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് ബാക്കിയായ ആളുകളെ ജീവിതമാർഗം, അവർക്ക് ജീവിക്കാനുള്ള ഇത് എല്ലാവരും ക്യാമ്പിലാണുള്ളത്. ഒരിക്കലും ഇനി ഇവിടെ വന്ന് താമസിക്കാൻ പറ്റില്ല. നിലവിൽ 1-2 ഇതുപോലെ കുറഞ്ഞ വീടുകൾ അവശേഷിച്ചത് പോലും ഇവിടെ റോഡോ കാര്യമോ വെള്ളമോ കറണ്ടോ ഒന്നുമില്ലാതെ ഇവിടേക്ക് ജനങ്ങൾ ഇത്രയും ഭീതി ഉള്ളൊരവസ്ഥയിൽ തിരിച്ചു വരുന്നത് അവർക്ക് മാനസികമായിട്ട് വലിയ പ്രയാസമായിരിക്കും. അനന്തരമായിട്ട് ഇത് സ്കൂളിലൊക്കെ ആകുമ്പോൾ നീട്ടാൻ പറ്റില്ല. താൽക്കാലിക ഷെൽട്ടറോ അല്ലെങ്കിൽ ഷെൽട്ടർ ഹോം അങ്ങനെയുള്ളൊരു ആശയങ്ങളിലേക്കൊക്കെ പോകേണ്ടതായിട്ടുണ്ട് അല്ലേ? താൽക്കാലിക ഷെൽട്ടർ ഹോമിനൊക്കെ ബെറ്റർ എന്ന് പറഞ്ഞാല് ഓരോ ആളുകളും അവരുടേതായ കഴിവിനനുസരിച്ച് വല്ല വാടക വീട് കിട്ടുമ്പോൾ അത് വാടക കൊടുക്കുന്ന സംവിധാനം ഇവർക്ക് സ്ഥിരമായിട്ടൊരു ആകുന്നതുവരെ സർക്കാർ അത് ഏറ്റെടുത്തിട്ട് തന്നെ ചെയ്യണം. കാരണം വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത സാധാരണ കൂലിപ്പണിക്കാരൊക്കെയാണ് അത് കൂടുതൽ ആളുകൾ. ഇവിടുത്തെ മുൻ പഞ്ചായത്ത് മെമ്പറായിരുന്നു അബ്ദുൽ കലാം. അദ്ദേഹമാണ് നമ്മളോടൊപ്പം ഈ കാര്യങ്ങൾ സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ വീട് ഇവിടെ തൊട്ടടുത്താണ്. എന്തായാലും ഇതിൽ ഇനി അത്തരം കാര്യങ്ങളിലേക്ക് കൂടിയാണ് പോകേണ്ടത്. ഈ ക്യാമ്പിൽ കഴിയുന്നവർ അനന്തമായി സ്കൂളുകളിലും മറ്റുമൊക്കെയാണ് കഴിയുന്നത്. അവർക്ക് അങ്ങനെ കഴിയാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അത്തരം സാധ്യതകൾ കുറവാണ്. അപ്പോൾ ഇതിലൊരു കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ, ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്ന നിലയിൽ, കാരണം പുതിയ വീടൊക്കെ ഒരുപാട് പേർ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ ആയി വരാൻ സമയമെടുക്കും. അപ്പോൾ അതിൽ എന്ത് സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയുമെന്ന കാര്യത്തിൽ പ്രാധാന്യം കൊടുക്കുക. ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്.